ഏവർക്കും ടാക്സ് ബൈക്സ് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു വാഹനം അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ആസ് എ കസ്റ്റമർ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇനീഷ്യലി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു വാഹനം അപകടത്തിൽ പെടുന്നു എന്ന് വിചാരിക്കുക. ആദ്യത്തെ കാര്യം, നിങ്ങൾ പാനിക്കാവേണ്ട കാര്യമല്ല. ആദ്യം നിങ്ങളുടെ ധൈര്യം സംഭരിക്കണം. ധൈര്യം സംഭരിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എഴുന്നേറ്റ് ആ വാഹനം നോക്കുക, എന്തൊക്കെയാണ് ആ വാഹനത്തിൽ വന്നിട്ടുള്ള ഡാമേജ് എന്ന് നോക്കുക. അതിനുശേഷം ഒരു 360 ഡിഗ്രിയിൽ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം എടുക്കുക. എന്നുവെച്ചാൽ ഈ ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ എല്ലാ ആംഗിളിൽ നിന്നും ഫോട്ടോ എടുക്കുക, പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുക്കുക. ഇതിനെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എവിടെയാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേറെ ഇഞ്ചുറീസും ബാക്കി കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഇൻഫോം ചെയ്യണം, അതായത് എൻ്റെ വാഹനം അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ മനസ്സിലാക്കും, ഓക്കെ നിങ്ങളുടെ ഇന്ന വാഹനം, ഇന്ന നമ്പറുള്ള വാഹനമാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഷുറൻസ് കമ്പനി ടോൾ ഫ്രീ നമ്പറുകാർ നിങ്ങളോട് ഇത്തിരി ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസിൽ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം പോളിസി നമ്പർ, പോളിസിയുടെ വാലിഡിറ്റി, മൂന്നാമത്തെ കാര്യം കസ്റ്റമറുടെ പേര്, അതായത് വാഹനം ഓടിച്ചത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ, ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി, പിന്നെ ഒരു ലഘുവിവരണം, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ലഘുവിവരണം കൊടുക്കണം. ഈ ലഘുവിവരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ഇൻഷുറൻസ് കമ്പനിയിലും ക്ലെയിം റിജക്റ്റ് ആവണതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇല്ലാത്തൊരു കഥ അങ്ങോട്ട് ഉണ്ടാക്കും. അവർ ഇല്ലാത്ത കഥ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണിത് സംഭവിച്ചതെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കും. അവിടെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് എന്തെടുക്കാൻ പറ്റും, അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉണ്ടായ സംഭവം ഉണ്ടായ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല, നിങ്ങളുടെ ക്ലെയിം പാസ്സാവുകയും ചെയ്യും. ഇപ്പോൾ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലൊരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും ആ ഫോട്ടോസും വീഡിയോസും. വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കസ്റ്റമർ പറയുന്നതും എവിഡൻ്റായിട്ട് വണ്ടിയുമ്പോൾ കാണുന്നതും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ആ ക്ലെയിം റിജക്റ്റ് ആവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലോസ് നിങ്ങൾക്ക് വരുമ്പോൾ അത് ഇൻഡിമിനിഫൈ ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് വേണം. നിങ്ങൾ സത്യസന്ധമായിട്ട് മാത്രമാണ് ഡീറ്റെയിൽസ് പറയാൻ പാടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ ക്ലെയിം ഒബ്വിയസ് ആയിട്ട് റിജക്റ്റ് ആവും. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്കൊരു 35,000 രൂപയ്ക്ക് താഴെ വരുന്ന കേസുകളാണെങ്കിൽ നമുക്ക് GD എൻട്രിയുടെ ആവശ്യം വരുന്നില്ല. പക്ഷേ 35,000 രൂപയ്ക്ക് മീതെ വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റണം ഏകദേശം ഇതൊരു 35,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ 35,000 രൂപയ്ക്ക് മീതെ ആയിരിക്കുക എന്നുള്ളത്. ഇൻ കേസ് അത് 35,000 രൂപയ്ക്ക് മീതെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് GD എൻട്രി എടുക്കണം. GD എൻട്രി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അധികം പുരോഗമിച്ചിട്ടുള്ള കാരണം തുണ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ നിങ്ങൾക്ക് ഇത്തിരി ഡീറ്റെയിൽസ് കൊടുക്കണം. 1 ഫോട്ടോ കൊടുക്കണം, 2 ആ ഉണ്ടായതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കണം, 3 RC ബുക്ക് കൊടുക്കണം, 4 ഇൻഷുറൻസിൻ്റെ കോപ്പി കൊടുക്കണം. അങ്ങനത്തെ ഇത്തിരി ഡീറ്റെയിൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് GD എൻട്രി നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ കിട്ടും. ഈ ഓൺലൈനിൽ കിട്ടിയ GD എൻട്രി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വാഹനം അടുത്തുള്ള സർവീസ് സെൻറ്ററിലേക്ക്, ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനം നമ്മുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ആക്സിഡൻറ്റ് വർക്കിനായിട്ട് എത്തിക്കഴിഞ്ഞു. ഈ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൽ 1 ഒറിജിനൽ ലൈസൻസ്, 2 ഒറിജിനൽ RC ബുക്ക്, പിന്നെ പറ്റുമെങ്കിൽ ഇൻഷുറൻസിൻ്റെ കോപ്പി. ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു ആക്സിഡൻറ്റ് വർക്കിൻ്റെ ഒരു അഡ്വൈസറെ നിങ്ങൾക്ക് അപ്പോയിൻ്റ് ചെയ്ത് തരും. ഈ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തി ഇൻഷുറൻസ് കമ്പനീനെ ഇൻറ്റിമേറ്റ് ചെയ്യും, ഇന്നൊരു വാഹനം, ഇന്ന നമ്പറിലുള്ളൊരു വാഹനം
ഇവിടെ അപകടത്തിൽപ്പെട്ട് നമ്മുടെ അവിടേക്ക് വണ്ടി സർവീസിന് വന്നിട്ടുണ്ട്, അതായത് ആക്സിഡൻറ്റ് വർക്കിൻ്റെ സർവീസിനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഈ വണ്ടിക്ക് വേണ്ടി ഒരു സർവേയർ അപ്പോയിൻ്റ് ചെയ്യും. ഈ സർവേയർ നമ്മൾ ആദ്യം ഈ വിളിച്ചു കഴിയുമ്പോൾ അവർ വന്നിട്ട് ഈ വാഹനം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഈ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തിരി ഡോക്യുമെൻറ്റ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇന്ന കാരണം ഇന്ന രീതിയിലാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു ഡോക്യുമെൻ്റ് ഡീറ്റെയിൽ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഈ സർവേയർ വന്ന് നിങ്ങളുടെ വാഹനവും നമ്മൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻ്റ് ഡീറ്റെയിലും വെച്ച് കമ്പയർ ചെയ്യും. ഈ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിനുള്ള വർക്ക് ഓർഡർ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കുക. അവർ എങ്ങനെയാണിത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് നിങ്ങൾ അപകടം സംഭവിച്ചതെന്നാണ് പറഞ്ഞത്, പക്ഷെ എന്തുകൊണ്ട് ഇത് കാണുമ്പോൾ അതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തും. എന്തുറപ്പുവരുത്തും? നിങ്ങൾ കളവല്ല പറയുന്നത്, നിങ്ങൾ പറയുന്നതിൽ 100% ശരിയുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ വാഹനത്തിന് സർവേയർ വർക്ക് ഓർഡർ കൊടുക്കുള്ളൂ. വൺസ് സർവേയർ കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ സർവേയർ വർക്ക് ഓർഡർ കൊടുക്കും. വർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീലർഷിപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ടോട്ടൽ ഈ അപകടത്തിൽപ്പെട്ട വണ്ടിമേലത്തെ എല്ലാ അപകടത്തിൽപ്പെട്ട പാർട്സും ഊരി മാറ്റിയിട്ട് സർവേയർക്കൊരു എസ്റ്റിമേറ്റ് കൊടുക്കും. ഈ എസ്റ്റിമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സർവേയർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവേയർ ഈ വർക്ക് പ്രൊസീഡ് ചെയ്തോളാൻ പറയും. വർക്ക് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ വർക്ക് ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ സർവേയറെ ഇൻഫോം ചെയ്യണം. വൺസ് സർവേയറെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സർവേയർ അതിനും ഒരു അപ്രൂവൽ തരും. ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് നമുക്ക് ചെയ്ത് ഈ വർക്കിൻ്റെ ഒരു പൂർണ്ണ അവസ്ഥയിലെത്തുമ്പോൾ വീണ്ടും ഒരു ഇൻസ്പെക്ഷൻ വരും സർവേയർ. വൺസ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് നമ്മുടെ സർവേയർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് അപ്രൂവൽ തരും. അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ ലയബിലിറ്റി എമൗണ്ട് കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു 25,000 രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരണതെന്ന് ഇരിക്കട്ടെ. അങ്ങനെ വരണേൽ നമുക്കൊരു 1,500 രൂപയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരിക. ബാക്കിയുള്ള എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി തരും. അപ്പോൾ ഈ 25,000 രൂപയിൽ ഈ 1,500 രൂപ എമൗണ്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇതിലൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാഷ്ലെസ് ചെയ്യുന്നത് റോയൽ എൻഫീൽഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പോളിസികൾക്കാണ്. അതായത് ആദിത്യ ബിർള പോർട്ടലായിട്ടാണ് റോയൽ എൻഫീൽഡിന് അസോസിയേഷൻ വരുന്നത്. ആ പോർട്ടലിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻഷുറൻസുകൾക്ക് മാത്രമാണ് ക്യാഷ്ലെസ് ഫെസിലിറ്റി വരുന്നത്. സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടുള്ളത് പുറത്തുനിന്നാണ്. അതായത് ആദിത്യ ബിർള പോർട്ടൽ എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ അസോസിയേഷൻ ഇല്ലാത്തൊരു ഇൻഷുറൻസ് എടുത്തിട്ടില്ലെന്ന് വെച്ചാൽ, ഡീലർഷിപ്പിൽ നിങ്ങൾ ഫുൾ എമൗണ്ട് ആദ്യം കെട്ടിവെക്കണം. ഈ കെട്ടിവെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വാഹനം ഡീലർഷിപ്പിൽ നിന്ന് ഡെലിവറി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇൻഷുറൻസ് കമ്പനി ഈ എമൗണ്ട് നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ട് നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ പോയി സബ്മിറ്റ് ചെയ്ത് അവരത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ എമൗണ്ട്, അതായത് നിങ്ങൾ ഡീലർഷിപ്പിൽ അടച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുള്ളൂ. അതൊരു 1-1.5-2 മാസത്തെ ഒരു പ്രോസസ്സാണ് വരിക. അപ്പോൾ ഇൻഷുറൻസ് റോയൽ എൻഫീൽഡിൽ നിന്ന് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടും. നിങ്ങൾ പുറത്തുനിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് പേയ്മെൻറ്റ് ഫുള്ളായിട്ട് അടച്ചിട്ട് നിങ്ങൾ ആ പേ ബാക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങണം. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നിരുന്നത്, ഒരു വാഹനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് വേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ആ ഒരു പ്രോസസ്സിനെ ലഘൂകരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ആ പ്രോസസ്സ്, ഇത്രയാണോ ഉള്ളൂ എന്ന ആ പ്രോസസ്സിനെ കുറിച്ച് ആണ് നമ്മളിന്ന് സംസാരിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാഹനങ്ങൾ അപകടത്തിൽ പെടില്ല എന്ന് വെച്ചിട്ടല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഇൻ കേസ് അപകടത്തിൽ പെട്ടാൽ അത് ഇൻഡിമിനിഫൈ ചെയ്യാൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോളിസി ഉണ്ട്. ഇതെടുക്കാൻ മറക്കുന്നത് ഒരു നെഗ്ലിജൻസ് ആണ്. അത് നിങ്ങളുടെ മാത്രം കുറ്റമായിട്ടാണ് വരിക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഫുൾ കവർ ആയാലും തേർഡ് പാർട്ടി ആയാലും അത് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇൻ കേസിന് നിങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കണം ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും. ബെസ്റ്റ് കോട്ടിൽ നിങ്ങൾക്ക് തരാനും പറ്റും. അക്രോസ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റിയും നമുക്ക് റോയൽ എൻഫീൽഡ് പോർട്ടലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ ഈ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് കോട്ട് തരാൻ പറ്റും. റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞത്. നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത്
തേർഡ് പാർട്ടി ഇൻഷുറൻസുകളെ കുറിച്ചാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം തട്ടിയിട്ട് എതിർ കക്ഷിക്ക് ബോഡ്ലി ഇഞ്ചുറീസ് വരിക, അല്ല എന്നുണ്ടെങ്കിൽ ഡെത്ത് സംഭവിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ എന്തൊക്കെ പ്രോസസ്സാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ആസ് എ കസ്റ്റമർ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ഇൻഷുറൻസ് പ്രോസസ്സിൻ്റെ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി ആദ്യം അറിയിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്, അറിയാത്ത കാര്യങ്ങളും ചിലതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പോർഷൻസ് കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ പ്രചോദനം തരുന്നത് നിങ്ങൾ ഏവരുമാണ്. അപ്പോൾ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ പറ്റുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ചെറുതായിട്ട് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന നമ്മുടെ വീഡിയോകൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വീണ്ടും വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്, റോയൽ എൻഫീൽഡ് ടാക്സ് ബൈക്സിൻ്റെ DP ആണ്. നമുക്ക് വരുന്ന ബ്രാഞ്ചുകൾ കുരിയച്ചിറ, ഇരിഞ്ഞാലക്കുട, മണ്ണുത്തി, പാട്ടുരായ്ക്കൽ. നിങ്ങൾക്ക് വാഹനങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വാഹനത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ ഓട്ടോമോട്ടീവ് കോണ്ടൻസിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം എനിക്ക് സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ടേക്ക് കെയർ.